ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ, ഖദീജ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. മലയോര ഹൈവേ നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റലും ക്വാറി വേസ്റ്റും സ്വകാര്യ വ്യക്തി സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചതായി പരാതി. പൂക്കോട്ടുംപാടം ടൗണിലെ കെട്ടിടത്തിന് പുറകിലേക്കുള്ള സ്വകാര്യ വഴി നന്നാക്കുന്നതിനും കടയുടെ മുൻവശം നികത്തുന്നതിനുമാണ് പൊതുമരാമത്തിന്റെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചത്. അനധികൃതമായി കെട്ടിടം പണിതതുൾപ്പെടെ ഒട്ടനേകം നിയമലംഘനം നടത്തിയ കെട്ടിട ഉടമയാണ് പൊതുമരാമത്തിന്റെ നിർമ്മാണ വസ്തുവെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടം കാളികാവ് റോഡിലുള്ള ഓവുപാലം പുനർനിർമ്മിക്കുന്നതിനായി പൊളിച്ചപ്പോൾ ഓവുചാലിന് മുകളിൽ കെട്ടിടം പണിഞ്ഞ വിവാദത്തിലായിരുന്നു. കെട്ടിടത്തിന് പുറകിൽ തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച ഷെഡുകൾക്ക് ഒന്നിനു പോലും കെട്ടിട നമ്പറോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ലാത്തതിനാലും കെട്ടിടവും പരിസരവും പൂർണ്ണമായും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലായതിനാലും പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. കെട്ടിടത്തിന് പുറകിലൂടെ ഒഴുകിയിരുന്ന തോടിന് അനധികൃതമായി സ്ലാബിട്ടതിന് മുൻഭരണസമിതി കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നുവെങ്കിലും അത് മാറ്റുവാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ഓവുപാലത്തിലൂടെയും ഓവുചാലിലും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് പതിവാണെന്നും പരിസരവാസികൾ ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിരുന്നു. മതിയായ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചതിനും ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയതിന് ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാവുന്നില്ല എന്നൊരു ആരോപണവുമുണ്ട്. പൊതുമരാമത്തിന്റെ മുതൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച കെട്ടിട ഉടമയ്ക്കെതിരെ PWDയും പഞ്ചായത്ത് ഭരണസമിതിയും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.